എന്റെ പൊന്നു അറിയില്ലേ, എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്, എനിക്ക് മാപ്പ് താ. ഈ അനന്തതയിൽ ഈ അപാരതയിൽ വാ പോകാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. ആരുടെ? ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങില്ല. എന്നെ രക്ഷിക്കാൻ ജോയിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ജോയി പോയിക്കൊള്ളൂ, ഞാൻ സ്വയം രക്ഷപ്പെട്ടുകൊള്ളാം. ലിസി, എന്നെ തടയരുത്. നീ എവിടെ പോകുന്നു? എന്റെ വഴിക്ക്. അങ്ങനെ നിന്നെ വിടില്ല. നടക്കും. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഇവളീ പടി ചവിട്ടാൻ പാടില്ല. അപ്പ ഞാനിവളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. മനസ്സിലായി. ഇളവീട്ടിൽ ചാക്കോയുടെ മകൾ ലിസിയല്ലേ ഇത്? അറിയാം. ഇവളുടെ കല്യാണം നിശ്ചയിച്ചതും അറിയാം. ആ കല്യാണം ഇവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അവളെ തുറന്നു പറയട്ടെ. പള്ളി എടാ, ക്രിസ്ത്യാനി പെൺകുട്ടികൾക്ക് മറ്റ് സമുദായത്തിലെ പെൺകുട്ടികളെ അപേക്ഷിച്ച് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കെട്ടാൻ പോകുന്ന ചെറുക്കന് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. അവളുടെ ഇഷ്ടമില്ലാതെ പള്ളിയിൽ കെട്ട് നടക്കില്ല. അപ്പ മോളെ, നിന്റെ അപ്പനും ഞാനുമായി പിണക്കത്തിലാണ്. എന്നാൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധമില്ല. കുട്ടിക്കാലം തൊട്ടേ നീയും എന്റെ മോനും ഒരുമിച്ച് കളിച്ചു വളരുന്നത് സന്തോഷത്തോടുകൂടി നോക്കിക്കണ്ടവനാണ്. അന്ന് തൊട്ടേ നിങ്ങൾ തമ്മിൽ ചേർന്ന് കാണാൻ ഞാൻ കൊതിച്ചു. എന്നാൽ അത് ഈ നിലയിലല്ല. എന്റെ മോൾ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ജോയ്, ഇവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും. അപ്പ ഇവളെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാം. വാ മോളെ, നടക്കൂ. എനിക്ക് കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ മറ്റൊരു പുരുഷന്റെ കൂടെ കണ്ടാൽ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എന്നാൽ അവളുടെ അപ്പൻ ഈ നാട്ടിലെ പ്രമാണിയും തറവാട്ടുകാരനുമാണല്ലോ എന്ന് കരുതി മാത്രം ഞാനോടൊന്ന് പറയുന്നു. തിരിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, മറിച്ച് ചെയ്യുന്നത് എനിക്കും. ഒരു ദിവസം നട്ടപ്പാതിരയ്ക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞതാണ് എനിക്ക് മകളെ കെട്ടിച്ചേരാമെന്ന്. അല്ലാതെ ഞാനിവിടെ ചോദിച്ചല്ല. അതെന്റെ പേരാണ്. എന്റെ അപ്പന്റെ പേരറിയാമല്ലോ, പത്രോസ്. ആ പേരിനൊന്നും ആരും ഇതുവരെ ദോഷം പറഞ്ഞിട്ടില്ല. അങ്ങനെ പേര് ദോഷം വരുത്താൻ ആരെയും ഒട്ട് അനുവദിക്കുമില്ല. എന്റെ അനുവാദം കൂടാതെയാണ് അവൾ ഈ പടിക്ക് പുറത്തു പോയത്. അവളെ ഞാൻ എവിടെ പോയി? അവന്റെ കൂടെ ചുറ്റാൻ. ബോധ്യമായില്ലേ? ഇനി ഞാൻ ക്ഷമിക്കില്ല. ഇപ്പോൾ ഈ കല്യാണം എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കുന്നു. പറയൂ, എനിക്ക് അവളെ ഉടനെ കെട്ടിച്ചേരുമോ? ഉടനെ? അതെ, നാളെ വെടിക്കെട്ട് കഴിഞ്ഞ് ഉടനെ. മറ്റന്നാൾ തീയതി നിശ്ചയിക്കണം. സമ്മതമാണോ? സമ്മതമാണ്. എങ്കിൽ വരൂ. അവൾ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ആരുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് അവളെ തേടിപ്പിടിക്കാം. വരൂ. എന്റെ മോളെ തേടി പോകേണ്ട കാര്യമില്ല. അവൾ വരും. ഇല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും. താൻ എന്റെ അനുവാദം കൂടാതെ ഇവളെ എവിടെ കൂട്ടിക്കൊണ്ടുപോയി? മകളോട് തന്നെ ചോദിക്കണം. നിങ്ങൾ നശിപ്പിച്ച എന്റെ കൂട്ടുകാരിയുടെ ശവമാടം കാണാൻ. അപ്പനും മകനും കൂടെ എന്റെ മകളെ വഴിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ചാക്കോ അനാവശ്യം പറയരുത്. അനാവശ്യം പറയുകയല്ല, പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ശത്രുവാണെങ്കിലും എന്റെ വീട്ടിൽ കയറി വന്നവനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇതിന് പോകാം. ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. നിനക്കെന്നെ മനസ്സിലാവില്ല. ആന്റണിക്ക് പോകാം. അപ്പോൾ നാളെ അമ്പലപ്പറമ്പിൽ കാണാം. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ കാര്യം വിട്ടു. വീട്ടിൽ കുറച്ച് ജോലിയുണ്ട്. പത്രോസ് ചേട്ടനോടെ കാര്യം ആന്റണി പറയും.
ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്താം. ആ പിന്നെ ഞാൻ വരുന്നിട്ട് തിരിയണയ്ക്കാൻ മതി. ഞാൻ ഇനിയും കുടിക്കും. എന്താ എതിരുണ്ടോ? എതിരുണ്ടോന്ന്? എടാ കാലമാടാ, നീ എന്റെ മോളെ കൊന്നു. എന്റെ കണ്ണ് കാണാൻ പാടില്ലാത്ത മേരിക്കുട്ടിയെ നീ കൊന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് നീ ചെയ്യിപ്പിച്ചു. നീ ഇത് അനുഭവിക്കുമടാ. എടാ എടാ നീ ഇത് അനുഭവിക്കുമടാ. എടാ നിന്നെ വെറുതെ വിടൂല. എടാ എന്റെ മോക്ക് വയറും നിന്റെ മോളും നിന്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞിട്ടാവുമടാ. എന്റെ കർത്താവ് നിന്നെ വെറുതെ വിടൂല. പേടിക്കണ്ട, നിന്റെ അപ്പനും കൂട്ടിലും പോയി. എനിക്ക് ഉടനെ പോകണം. നാളെ രാത്രി എല്ലാവരും വെടിക്കെട്ടിന്റെ തിരക്കിലായിരിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. നീ വരണം. എവിടെ? നമ്മുടെ ആ കുന്നിൻ ചെരുവിൽ. നിന്നെ ഞാൻ കാത്തു നിൽക്കും. എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റം പറയില്ല മോളെ. ഒരു നിമിഷമെങ്കിലും മുമ്പേ നീ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ജോയിമോൻ നല്ലവനാ. നിങ്ങളുടെ യാത്രയിൽ ഈ അമ്മച്ചിയുടെ മനസ്സ് കൂട്ടിനുണ്ടാവും. എല്ലാം പറഞ്ഞതുപോലെ ആർക്കും സംശയം തോന്നരുത്. അവൻ പോകുന്നത് സൂക്ഷിക്കണം. ഇതുകൂടി കെട്ടിക്കോ.
ജോയ്, ലിസി, എന്താ? എന്തോ അനങ്ങിയാൽ ലിസി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ നിന്നെ കെട്ടണോ അല്ലേ? വേണ്ട മോളെ, നീ അവന്റെ കൂടെ പോയിക്കോ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ ജോയ്മന്റെ കൂടെ പോയിക്കോ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് എന്റെ ജോയ്മന്റെ കൂടെ പോവാൻ. എന്നാൽ ഞാൻ തനിച്ചു പോവില്ല. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടേ പോകൂ.